ഹലോ നമസ്കാരം ചന്ദ്രകന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ ഇൻ ക്യാൻസർ പ്രത്യേക സന്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നവംബർ പറയാൻ അറിയില്ല, ജൂലൈ 13, 14 തീയതികളിലായിട്ടാണ് ഇപ്രാവശ്യം അമാവാസി വരുന്നത്. അപ്പോൾ ഈ ഒരു അമാവാസി ക്യാൻസർ സീസണിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഇംഗ്ലീഷ് സോഡിയാക് സീസൺ കാലണ്ടർ പ്രകാരം ക്യാൻസർ സീസണിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻസർ സീസണിൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻസർ സീസണിൽ സംഭവിക്കുന്ന അമാവാസിയിൽ യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് തമ്മിലുള്ള ചിത്രങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ വെച്ചിട്ടോ നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻഡ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആരുടെ ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്നെപ്പോഴും ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ സമയം തരികയാണ്. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് അല്ലെങ്കിൽ തമ്മിൽ താഴത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, ന്യൂ മൂൺ ഇൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് ഗ്രൂപ്പ് 1 പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാനായിട്ടുള്ളത്? ഓക്കെ, നമുക്ക് 10 ഓഫ് വാൻഡ്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 10 ഓഫ് വാൻഡ്സ്. 4 of wands, 8 of swords. ഒരു എൻഡിങ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എൻഡിങ് എനർജിയും ഒരു ഹാപ്പിനെസ്, ഒരു സെലിബ്രേഷൻ ഒക്കേഷൻ ഒക്കെ എനിക്ക് കിട്ടുന്നു. എന്താ പറയണ്ടേ, എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ അവസരം കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം സ്വീകരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരു ടോക്സിക് ഒരു മാരീഡ് ലൈഫിലാണ്, ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ ചിലപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ പലതരത്തിൽ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അവസരം, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. റിലേഷൻഷിപ്പ് അവസാനിക്കുന്നതായിട്ട് കാണുന്നു. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം അത് സ്വീകരിക്കുക. എന്ത് തന്നെയാണെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹീലിംഗ് എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു കോൺക്വറിങ് എനർജി. ഓക്കെ, നിങ്ങൾ എന്ത് നേടുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അത് എത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള കാര്യങ്ങളോടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിലൂടെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ കോൺക്വർ ചെയ്ത് അതിനൊക്കെ മറികടന്ന് നിങ്ങൾ വിജയത്തിലെത്തുന്ന, നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപക്ഷെ ആ ഒരു ഔട്ട്കം, ആ ഒരു എൻഡ് റിസൾട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടായിരിക്കും, അത് സംഭവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ മുന്നിൽ എത്ര വലിയ കടമ്പകൾ ഉണ്ടെന്ന് തോന്നിയാലും, അസാധ്യമാണെന്ന് തോന്നിയാലും നിങ്ങൾ അത് മറികടന്നിരിക്കും. ആ ലക്ഷ്യത്തിനെ കൈവിടാതെ മുന്നോട്ട് പോവുക, നിങ്ങൾ അത് മറികടന്നിരിക്കും, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന്, ചില എനർജീസ്, ചില ഊർജങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ വൂൺസ് ആയിരിക്കാം, നിങ്ങളിൽ ഉള്ളിലുള്ള ചില വൂൺസ്, ചില ഈ പറയുന്ന ഊർജങ്ങളിൽ മനുഷ്യരും സാഹചര്യങ്ങളും പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ചില ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്, വിട്ടൊഴിക്കേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് പ്രയത്നിക്കാൻ പറയുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതിലായിരിക്കണം. എന്തൊക്കെയാണോ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന്, നിങ്ങളുടെ കഴിഞ്ഞു പോയ ഈ ഒരു മൊമെന്റ് വരെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോഴും ആലോചിക്കുന്നത്, വേദനിക്കുന്നത്, സങ്കടം വരുന്നത്, അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒഴിച്ചു കളയേണ്ടതുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ആ സന്ദർഭങ്ങളിൽ നിന്ന്, ആ സന്ദർഭങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻസെക്യൂരിറ്റീസിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കേണ്ടതുണ്ട്. ഓക്കെ, അത് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയും നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതിന് റിലീസ് ചെയ്തും കഴിയുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന എല്ലാ ബാധ്യതകളും ഭാരങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാകുന്നതും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നതും. ഓക്കെ,
144414111 ഇതൊക്കെയാണ് ഞാൻ കണ്ട സൈൻസ്. ഓക്കെ, നമ്പർ. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂർ മുൻപ് എന്താ പറയണ്ടേ, ഈ പറയുന്ന നമ്പറുകൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഈ നമ്പർ കാണാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആയിട്ട് എടുക്കുക. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ഒരു സ്പേസിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് നിങ്ങൾ പലരും പല സ്റ്റേജിലാണ് എന്ന് എനിക്ക് കിട്ടുന്നു. നിങ്ങൾ ഓൾറെഡി ഈ ഒരു സ്ട്രഗിളിംഗ് ഫേസിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ആ ഇന്നർ വർക്കും ഹീലിംഗും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ആ ചേഞ്ചിനായിട്ട് കാത്തു നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, അതിലേക്ക് എത്താൻ, ആ ഒരു മാറ്റം സംഭവിക്കാൻ കാലങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷേ സംഭവിക്കുമ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് ചേഞ്ച് ആവുക, പെട്ടെന്ന് പ്രോഗ്രസ്, പെട്ടെന്ന് ഫോർവേഡ് മൊമെന്റ്, ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ആ സ്റ്റാഗ്നൻസിൽ നിന്നിട്ട്, അതായത് കുറെ കാലം പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ മാറ്റം സംഭവിച്ചു തുടങ്ങുമ്പോൾ പിന്നീട് അങ്ങോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ ഒരു എനർജി കറക്റ്റ് അതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രസന്റ് മൊമെന്റിലായിരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഫുൾ കോൺഫിഡൻസിലായിരിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെ പുതിയ തുടക്കങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അതെല്ലാം നിങ്ങൾക്കുള്ള റിവാർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്കുള്ള ഒരു യൂണിവേഴ്സ് നൽകുന്ന റിവാർഡാണ് എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. യൂണിവേഴ്സും നിങ്ങളുടെ സോൾ ഫാമിലിയും നിങ്ങളുടെ ഡിവൈൻ ടീമും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നു. ഓക്കെ, ആ ഒരു നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിക്കുകയാണ് എന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. മനസ്സമാധാനത്തോടായിരിക്കാൻ നിങ്ങളോട് പറയുന്നു. സമാധാനിച്ചിരിക്കുക. നിങ്ങൾ ആ ഒരു സ്റ്റേജ് കടന്നിരിക്കണം. ഓക്കെ, ആ സ്ട്രഗിൾസ് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഈ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുക എന്നുള്ളൊരു കടമ്പ മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്നാണ് സംഭവിക്കുക. ഓക്കെ, ആ പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ചെയ്യുന്ന ഇന്നർ വർക്ക്, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിനും നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും ട്രോമാസും ഒക്കെ റിലീസ് ചെയ്യുന്നതിനും ഒക്കെ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇനി നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുമ്പോഴാണ്, അത് ചെയ്ത് അതിൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. പെട്ടെന്നാണ് കണ്ടു തുടങ്ങുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നാലെ ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അപ്പൊ അത് സംഭവിച്ചേ തീരൂ. ഓക്കെ, അപ്പൊ എപ്പോഴും മനസ്സിൽ വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ന്യൂ മൂൺ ഇൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിൽ നൽകാനുള്ള സന്ദേശം. നമുക്ക് 10 of Cups കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Clarify the 10 of Cups. Clarify the 10 of Cups. ഒരു ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും അർഹതയുള്ളതാണ് എന്ന് കാണുന്നു. ഇറ്റ്സ് എ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലേബർ എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാണോ ഈ സന്തോഷം കൊണ്ടുവരുന്ന കാര്യം, അത് നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഫലമാണ്. ഓക്കെ, നിങ്ങൾക്കത് ഒരുപാട് മനസ്സമാധാനം തരുന്നതായിട്ട് കാണുന്നു. ഓവർ തിങ്കിങ് വേണ്ട എന്നും കൂടെ പറയുന്നുണ്ട്. ഇനിയിപ്പോ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഡെസ്റ്റിനിയിലുള്ളത് ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ്. നിങ്ങളെ എത്രയും മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു കണക്ഷൻ ആണ് കാണുന്നത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ, അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, അത്രയും ലവിങ് കെയറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾക്ക് വരുന്നത്. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫാണ് നിങ്ങൾക്ക് ഉള്ളത്.
അത് മനസ്സിലാക്കുക. അപ്പൊ അനാവശ്യമായിട്ട് നിങ്ങളുടെ മാരീഡ് ലൈഫിനെ കുറിച്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന ആളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു. ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ പറയുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ മൊമെന്റിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കേണ്ടതുണ്ടോ, നിങ്ങൾ എന്തിലാണോ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ. ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിട്ട് മാറും എന്നും കൂടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് നിങ്ങളിൽ എന്തൊക്കെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് പരിശ്രമിക്കുക. ഇത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. നിങ്ങൾ ഇപ്പൊ ഇക്കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഒരു സ്റ്റക്ക് എനർജിയിലായി നിൽക്കും എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. 11:11 ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം. ഓക്കെ. നിങ്ങൾ സ്റ്റക്ക് എനർജിയിലാവും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ള വഴി, നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫിസിക്കൽ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും എന്ന് സാരം. ഓക്കെ. നിങ്ങളെപ്പോഴും ഈ ഒരു ലൂപ്പിൽ പെട്ടിരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളുടെ ഭാഗം ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ റൈറ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നേടാനും നിങ്ങൾക്ക് സാധിക്കും. അത് പാർട്ട്ണറുടെ കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും. നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിച്ചിരിക്കും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നു ഇവിടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു. വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. മനസ്സമാധാനത്തോടെ നിങ്ങൾ ഇരിക്കണം എന്നുള്ളത് മാത്രം. നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇപ്പോഴും എടുക്കുന്നത്, പ്രൊഡക്റ്റീവ് ആയിരിക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാം, കണ്ടിന്യൂസ്ലി ചെയ്യുക. ഇക്കാര്യം എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് ടൈമിൽ വന്നു ചേരുന്നതാണ്. ഓക്കെ. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കുള്ള ടാസ്ക്. യൂണിവേഴ്സിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. അതുപോലെ പ്രതീക്ഷയോടെ ആയിരിക്കാം. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങൾ അവരെ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു റൊമാൻറ്റിക് ലൈഫ്, ആ റൊമാൻറ്റിക് എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മുൻപത്തെ ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ പ്രത്യേകിച്ച് ആ ഒരു ഇതിലാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇതുപോലെ മുന്നേ റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാതെ പോയി നിരാശയും വിഷമമൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരാളായിട്ട് കാണുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതിനെ കൂട്ടരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാണാതിരിക്കുന്ന, നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പുതിയ തുടക്കമാണിത്. ഓക്കെ. ഡെഫിനറ്റ്ലി കൂടുതൽ എനിക്ക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു സെയിം കപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അത് പക്ഷെ അതറിയണമെങ്കിൽ ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം. ഇതിനു മുൻപ് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ വിട്ടുകളയുക. അതിനുശേഷം അതിലേക്ക് തന്നെ ശ്രദ്ധ ഉറപ്പിച്ച് നിൽക്കാനായിട്ട് പാടില്ല. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് മുന്നോട്ട് പോവാം. യെസ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ആൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ വ്യക്തിയുമായിട്ട് നമുക്ക് കാണുന്നത്. 1414 നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നമ്പർ ആണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ആളാണെങ്കിൽ ഈ വ്യക്തി ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം എൻജോയ് ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടോ അതനുസരിച്ച് സ്മൂത്ത് ആയിട്ട് ബാക്കി കാര്യങ്ങൾ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും. ഓക്കെ. നിങ്ങൾ അത് സക്സസ്ഫുൾ ആകുകയും ചെയ്യും. നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് കിട്ടുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്.
നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണമെങ്കിൽ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേർണിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. എനിക്ക് സ്ട്രോങ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതാണ് അതിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇതെപ്പോ നടക്കും, എങ്ങനെ നടക്കാൻ, അനാവശ്യമായിട്ടുള്ള ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്നുള്ള ഒരു എനർജിയാണത്. ഓക്കെ, അതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, അതൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചകയാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻസി, സ്റ്റക്ക് എനർജി, ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ഇതൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുക. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല, മാത്രമല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അത് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാം. ആരാണോ വരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ, എപ്പോഴാണോ വരേണ്ടത് അത് കൃത്യമായി വന്നിരിക്കും. കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്നിരിക്കും. ഓക്കെ, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേർണി, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ജേർണിയിലായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇക്കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുക, നിങ്ങളിലേക്ക് വന്നു ചേരുക. അതിന് നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. ആ എനർജി തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ലോങ് ടേം കമ്മിറ്റ്മെന്റിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കണേ. ഓക്കെ, അപ്പൊ അതിന് റെഡി ആവുക. 16, 16, 14, 14 പിന്നെ നമ്മൾ വേറെ ഏത് നമ്പറും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ നമ്പർ. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂർ മുൻപ് ഈ പറഞ്ഞ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഈ നമ്പേഴ്സ് കാണുന്നതാണ്. അത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇത് ഒരു സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്കാണ്. സിംഗിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിനായിട്ട്, ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിനായിട്ട് കാത്തിരിക്കുന്നത്, ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു ഫയൽ ആണ് എന്നും കൂടെ എനിക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂ മൂൺ ഇൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവ്സിനോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക് ഒരു എനർജി കിട്ടുന്നു. ക്ലാരിഫൈ ദ 9 ഓഫ് പെന്റക്കിൾസ്. യെസ്, നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബെയർ ഫ്രൂട്ട്സ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് അതിൽ നിന്ന് എന്തായാലും നിങ്ങൾ ആ എടുക്കുന്ന ഹാർഡ് വർക്കിന് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തോടെ, ക്ഷമയോടെ നിങ്ങളോട് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറയണം. പരിശ്രമം കൈവിടാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും അത് നിങ്ങൾ എന്താ പറയാ പാകുന്ന വിത്തുകളാണെന്ന് മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അത് പക്ഷെ നിങ്ങളിലേക്ക് അത് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുക. അത് മാത്രമല്ല, ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മികച്ച ഒരു ഹാർവെസ്റ്റിംഗ് ആയിരിക്കും, മികച്ച ഒരു വിളവെടുപ്പായിരിക്കും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതിനും മുകളിൽ ആണ് ആയിരിക്കുക നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. മനസ്സിലായോ? ഇതൊരു ബ്രേക്ക് ത്രൂ ആണ് എന്ന് കാണുന്നു. അപ്പൊ സ്പെസിഫിക്കലി നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സൈഡ് ഹസിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സൈഡ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇപ്പൊ ബ്രേക്ക് ത്രൂ, സക്സസ് ആണ് നമുക്ക് കാണുന്നത്. ഞാൻ കേട്ടത് റീച്ചിങ് ദ ടോപ്പ് എന്നാണ്. അപ്പൊ അത് അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ അതിലെത്തുന്നുണ്ട് ആ ഒരു കാര്യത്തില്. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഇതിപ്പോ നേരായ വഴി കൂടിയാണ് കാര്യങ്ങൾ ചെയ്യണത്, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എങ്ങനെയാണോ ഈ ഒരു കാര്യത്തിന്റെ ഫ്യൂച്ചർ നിങ്ങൾ നോക്കി കാണുന്നത്, ഓക്കെ, നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം അത് എങ്ങനെ സക്സസ്ഫുൾ ആകും, അത് എത്ര പോസിറ്റീവായിട്ടോ അതിന്റെ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് വരിക. ഇനി അതെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ് കൂടുതലായിരിക്കുക. അപ്പൊ അതൊന്നും മനസ്സിലെപ്പോഴും വെക്കുക. ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പ്രത്യേകം പറയണത്. ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മനസ്സിലേക്ക് കൂടുതൽ കടന്നു വരിക. ഓക്കെ, കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്തിൽ ഫോക്കസ് ചെയ്യുന്നു, അതാണ് നിങ്ങൾ
അട്രാക്ട് ചെയ്യാം. അപ്പൊ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. യൂണിവേഴ്സുമായിട്ട് വളരെയധികം വെൽ കണക്റ്റഡ് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ യൂണിവേഴ്സുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായി കാണുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് അതിനുള്ള സയൻസ് തരുന്നുണ്ടായിരിക്കും, ചില വിഷൻസ് ആയിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് അതിനുള്ള സയൻസ് കിട്ടുന്നുണ്ട്. സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ. അപ്പൊ അതിനെ വിശ്വസിക്കാം, അതിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവാം. ഓക്കെ, അനാവശ്യ ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഭയം, അതിലൊക്കെ ഒന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്ന് കാണുന്നു. വണ്ടർഫുൾ. ഇവിടെ 2 കൗണ്ടർ പാർട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, എന്താണ് കിങ് ആൻഡ് ക്യൂൺ ഓഫ് കപ്സ്? ഇവിടെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഇതിനെ കുറിച്ചൊന്നും അല്ലല്ലോ. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഇമോഷണൽ ലെവലിൽ ഒരു ബാലൻസ് ഈ ഒരു കാര്യം നിങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ് നിങ്ങൾ അച്ചീവ് ചെയ്യുക. നിങ്ങളുടെ ഇമോഷണൽ സൈഡ് നിങ്ങൾ കുറേ കൂടെ സ്റ്റേബിൾ ആക്കുന്നു. നിങ്ങൾ കുറേ കൂടെ സ്റ്റേബിൾ ആക്കുന്നു, കുറേ കൂടെ സെക്യൂർ ആക്കുന്നു. ആ ഒരു ബാലൻസ്, ഒരു ഹാർമണി നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സൈഡിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാട്ടർ പ്ലേസ്മെന്റ് ഉണ്ടാവാം, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഫെമിനിൻ മസ്കുലിൻ എനർജിയുടെ ഒരു വെൽ ബാലൻസ്ഡ് എനർജിയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് പീസ്ഫുൾനെസ്, ഒരുപാട് മനസ്സമാധാനം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. യെസ്, ഹീലിംഗ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതിനു മുൻപും ഇതുപോലെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് നിങ്ങൾ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് മുൻപൊക്കെ. അതിന്റെ ഭാഗമായിട്ട് പലരും പല രീതിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന പോലെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങളിൽ ആ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യണു എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന പാസ്റ്റ് വൂൺസിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീലായിട്ട് അതിനൊക്കെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാൻ, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. യെസ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയായിരിക്കും എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇതിലൂടെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബേർഡൻസ് ഒക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ചാലഞ്ചിങ് ടൈം ഒക്കെ നിങ്ങൾക്ക് അവസാനിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറേ കൂടെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നു, നിങ്ങൾ എന്ന വ്യക്തിയിൽ മാറ്റം വരുന്നു. നിങ്ങൾ കുറേ കൂടെ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടെ ഒരു ബാലൻസ്ഡ് എനർജിയിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വസ്ഥതയും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ലൈഫ് കുറേ കൂടെ സ്റ്റേബിൾ ആകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്, ഒരുപാട് ബ്ലെസ്സിങ്സ് അതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉള്ള പീരീഡിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും ഇനി ലൈഫിൽ എന്താണ് വരാൻ പോകുന്നത്, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ആ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ലൈഫിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു വ്യക്തത ഉണ്ടാവും. എങ്ങോട്ടാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിശയിലൂടെയാണ് പോകേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. ആ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ്, ആ ഒരു സ്റ്റാഗ്നൻസി അതൊന്നും ഉണ്ടാവില്ല എന്ന് കാണുന്നു. ലൈഫ് കുറേ കൂടെ ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത കുറേ കൂടെ തെളിഞ്ഞു കാണുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.